പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഹൃദയം നുറുങ്ങി ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അമ്മ സ്വർഗം തുറക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ആകുലതകളും വേദനകളും അമ്മ ഏറ്റെടുക്കണമേ. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, ഇന്നീ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെല്ലാവരും അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അമ്മ സ്വീകരിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവർക്കൊരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ അമ്മ തുറന്നു കൊടുക്കണമേ. ശക്തിയുള്ള അമ്മേ, നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, തക്ക സമയത്ത് അമ്മ ഇടപെടണമേ. ആ മക്കളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിദേശത്തേക്ക് പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, പലതവണ പരീക്ഷ എഴുതിയിട്ടും പാസ്സാകാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ അനുഗ്രഹം അവരിലേക്ക് ഒഴുക്കണമേ. ജ്ഞാനത്താൽ നിറയ്ക്കണമേ. അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്കവിധം അമ്മ അവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിദേശത്തേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ ആ മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. ഒരു കുഞ്ഞു പോലും ദേശം വിട്ട് ദേശങ്ങളിൽ പോയി കണ്ണുനീരിലും വേദനയിലും ജീവിപ്പാൻ സമ്മതിക്കരുതേ. സന്തോഷത്തോടെ സമാധാനത്തോടും ജീവിപ്പാൻ അമ്മ അവരെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ പൂർണ്ണമായി അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പൂർണ്ണമായി അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ അങ്ങേപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. ഞങ്ങളുടെ രക്ഷക, ഞങ്ങൾക്ക് കാവലായി കൂടെ നിൽക്കണമേ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ഞങ്ങളുടെ മുഖം കണ്ട ഞങ്ങളുടെ തമ്പുരാനെ, നിനക്ക് ഞങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ അതെല്ലാം എൻ്റെ വീണ്ടെടുപ്പിനായിട്ട് എൻ്റെ തമ്പുരാൻ നൽകുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ. ദൈവവിശ്വാസത്തിൽ കൊണ്ടുവരണമേ. നേർവഴിക്ക് നടത്തണമേ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഭാരപ്പെട്ട ജീവിതത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോകത്ത് ശാന്തിയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ. രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ആയിരിക്കാൻ അമ്മ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭൂമുഖത്തെ ഞങ്ങളിതാ അമ്മയുടെ കരത്തിൽ പരമേൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, കാവൽ ചെയ്ത് സംരക്ഷിച്ചു കൊള്ളണമേ. അമ്മേ മാതാവേ, സ്വർഗത്തിൻ്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ഭൂമുഖത്തേക്ക് ഒഴുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗക്കിടക്കയിലായി പോരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായ മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. ക്യാൻസർ രോഗികളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാവിധ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ മക്കളെയും രക്ഷിക്കണമേ. ശക്തിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വയറ്റിലുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെട്ടിരുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. അമ്മേ മാതാവേ, ബയോപ്സി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവുമില്ലെന്ന് കേൾക്കുവാൻ തക്കവിധം അവരെ ഇടയാക്കണമേ. അമ്മേ മാതാവേ, രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ കണ്ണുനീരിലും ഭാരപ്പെട്ടിരിക്കുന്നവരെ
അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, തക്ക സമയത്ത് ഇടപെടണമേ. ആ മക്കൾക്ക് ആവശ്യമായ സാമ്പത്തികം സ്വർഗത്തിൽ നിന്ന് ഓരോ മക്കളിലൂടെയും അമ്മ അവരിലേക്ക് ഒഴുക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, അനുഗ്രഹം ചൊരിയണമേ, ആശീർവദിക്കണമേ. ഞങ്ങൾ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൽ കഴിഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവവിശ്വാസത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളായിരിക്കാൻ അവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങളുടെ സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരോരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരോരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ശോഭിപ്പാൻ തക്കവിധം അമ്മ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, വിദൂരത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന നീലമേലങ്കിക്കുള്ളിൽ അവർക്ക് അഭയം കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാവൽ ചെയ്ത് സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ ഹൃദയഭാരം കാണുന്ന അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.